യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് ഒരുമിച്ച് വരുവാൻ കർത്താവ് അവസരം തന്നതോർത്ത് സ്തോത്രം ചെയ്യാം. വലിയവനായ ദൈവത്തിൻ്റെ ദാസനായ യിരെമ്യാ പ്രവാചകനെക്കുറിച്ചാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു ആവർത്തനം ആവശ്യമില്ലാത്തതുപോലെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ദീർഘവർഷങ്ങൾക്ക് മുൻപ് യഹൂദയിൽ നിന്നും ദൈവത്തിൻ്റെ വചനമായ ന്യായപ്രമാണം നഷ്ടപ്പെട്ടു പോയിരുന്നു എന്ന് നമ്മൾ കണ്ടു. കുറഞ്ഞപക്ഷം 75 വർഷമെങ്കിലുമായി യഹൂദന് ന്യായപ്രമാണം ലഭിച്ചിട്ട് അത് ദൈവാലയത്തിലെ അറയിൽ ദ്രവ്യം സൂക്ഷിച്ചതിൻ്റെ അടിയിൽ ഒളിഞ്ഞു കിടന്നു, ആരും കാണാതെ കിടന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. അത്രയും അനാദരവായിരുന്നു വചനത്തോട് അവർ കാണിച്ചത്. വചനത്തിൻ്റെ മുകളിൽ പിരിഞ്ഞു കിട്ടിയ ആലയത്തിലെ ദ്രവ്യം മുഴുവനും ശേഖരിച്ചു, കൂട്ടിവെച്ചു. കാലാന്തരത്തിൽ എവിടെ വചനമെന്ന കാര്യം അവർ മറന്നു, അവരന്വേഷിച്ചില്ല. അങ്ങനെയിരിക്കെയാണ് ഭക്തനായ യോശിയാവ് ദൈവത്തിൻ്റെ ആലയം പുതുക്കിപ്പണിയുവാൻ, കേടുപാട് തീർക്കുവാൻ, അറ്റകുറ്റം തീർക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ആലയത്തിലെ ദ്രവ്യം അത് പുറത്തെടുത്തത്. അങ്ങനെ ദ്രവ്യം പുറത്തെടുക്കുമ്പോഴാണ് ദ്രവ്യത്തിനടിക്ക് ദൈവത്തിൻ്റെ വചനം മറഞ്ഞു കിടക്കുന്നു. നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചത് ദൈവത്തിൻ്റെ വചനവും ദ്രവ്യവും തമ്മിൽ ഒത്തുപോകയില്ല. വചനത്തിൽ വളരെ ഭയനിർദ്ദേശമാണ് ധനപരമായ കാര്യത്തിൽ മുന്നറിയിപ്പായി തന്നിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചു. ധനം ചതിക്കുന്നതാണ് എന്ന് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിച്ചു. ധനം ചതിച്ച പലര് വേദപുസ്തകത്തിൽ ഉണ്ട്. അവരുടെ ഒരു നീണ്ട നിര തന്നെ നമ്മൾ കണ്ടു. ഒടുവിൽ നാം ചിന്തിച്ചത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അപ്പോൾ ദ്രവ്യാഗ്രഹം ഒഴിഞ്ഞിരിക്കുക. ദ്രവ്യം ആവശ്യമുണ്ട്, പണം ആവശ്യമുണ്ട് ഉപജീവനത്തിന്, പക്ഷേ ദ്രവ്യാഗ്രഹം അപകടമാണ്. അത് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. യഹൂദന് വചനം വേണ്ടാതിരുന്ന സ്ഥാനത്ത് വചനമറിയിക്കുവാൻ യിരെമ്യാവിനെ ദൈവം അയക്കുന്നു. യിരെമ്യാവിൻ്റെ ഹൃദയത്തിൻ്റെ വേദനയും മുറിവും വലുതായിരുന്നെങ്കിലും അതവനെ വീഴ്ത്തിക്കളയാതെ വണ്ണം അവൻ ദൈവവചനത്തിൽ ആശ്രയിച്ചു. ദൈവവചനത്താലാണ് ഏത് കാലത്തും വിശ്വാസിക്ക് ആത്മബലമുണ്ടാകുന്നത്, ആത്മീക സന്തോഷമുണ്ടാകുന്നത്, ആനന്ദമുണ്ടാകുന്നത് എന്നാണ് നമ്മൾ ചിന്തിച്ചത്. സങ്കീർത്തനകാരൻ പറയുന്നുണ്ട്, ദൈവവചനത്തെക്കുറിച്ച് പറയുമ്പോൾ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ സന്തോഷിച്ചു. നിധി കിട്ടിയവനെ പോലെയാണ് ദൈവവചനം കണ്ടപ്പോൾ സങ്കീർത്തനക്കാരൻ അനുഭവപ്പെട്ടത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനത്തോടുള്ള നമ്മുടെ മനോഭാവം വിലയിരുത്തുവാൻ, വിചിന്തനം ചെയ്യുവാൻ നമ്മൾ ഈ പഠനത്തിൽ ആഗ്രഹിച്ചു. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. യഹൂദൻ എന്തുകൊണ്ട് ബാബേൽ അടിമത്തത്തിൽ ഇത്ര ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു? എന്തുകൊണ്ട് 70 വർഷം ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു എന്ന ചോദ്യം പലരെയും ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരമൊരളവിൽ നമ്മൾ കാണാൻ ശ്രമിച്ചതാണ്. യഹൂദൻ്റെ കഠിനമായ പാപങ്ങൾ അവരെ അവിടേക്ക് കൊണ്ടുപോയി, അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. ദൈവം ആവശ്യപ്പെട്ട് പറഞ്ഞിട്ടും, ദൈവം ആഗ്രഹിച്ചിട്ടും മാനസാന്തരപ്പെടാകിയാൽ, തിരികെ വരാകിയാൽ ദൈവം അവരെ ശിക്ഷിച്ചു കളഞ്ഞു എന്ന് നമ്മൾ കണ്ടു. അവരുടെ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ചെറിയ നിലയിൽ നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഓർക്കുക, യഹൂദൻ ബാബേൽ അടിമത്തത്തിലേക്ക് പോകുവാനുണ്ടായ പ്രധാന കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട പാപം അതെന്താണ് എന്ന് 2 ദിനവൃത്താന്തം 36-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. നമുക്ക് ആ വാക്യം വായിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വരാം. 2 ദിനവൃത്താന്തം 36-ാം അധ്യായം 17-ാമത്തെ വാക്യം. അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി, അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. അവൻ യൗവനക്കാരനെയോ കന്യകയെയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെ അവരെയൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ദൈവം കൽദയ രാജാവിനെ വരുത്തി എന്നാണ് ദൈവാത്മാവ് രേഖപ്പെടുത്തിയത്. അപ്പോൾ നമുക്കൊരു ചോദ്യമുണ്ട്, ഏതുകൊണ്ടാണ് ദൈവം ശത്രുവിനെ വരുത്തി ദൈവജനത്തെ പിടിച്ചുകൊണ്ടുപോകുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്? അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. ഏതുകൊണ്ട്? നമുക്കതിൻ്റെ 12-ാം വാക്യം വായിക്കാം. 36-ാം അധ്യായം, അതേ പുസ്തകം. അവൻ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച യിരെമ്യാ പ്രവാചകന്റെ മുമ്പിൽ തന്നെ താൻ താഴ്ത്തിയില്ല. അവിടെ പറയുക,
ദൈവദാസനായ യെരമ്യാവിന് മുമ്പിൽ അവർ തന്നെത്താൻ താഴ്ത്തിയില്ല. അല്ലെങ്കിൽ യഹൂദൻ്റെ അന്നത്തെ രാജാവായ സിദക്കിയാവ് തന്നെത്താൻ താഴ്ത്തിയില്ല. അതുകൊണ്ട് ദൈവം അവരെ അടിമത്തത്തിലേക്ക് അയച്ചു. ആശ്ചര്യം തോന്നുന്നില്ലേ? യഹൂദ രാജാവായ സിദക്കിയാവ് പ്രവാചകനായ യെരമ്യാവിന് മുമ്പിൽ തന്നെത്താൻ താഴ്ത്തണമായിരുന്നുവോ? വേണമായിരുന്നു എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. കാരണം ദൈവം കൊടുത്ത അരുളപ്പാടുകൾ അറിയിച്ച പ്രവാചകനെ ആദരിച്ച് ആ അരുളപ്പാടുകൾ അംഗീകരിച്ച് അനുസരിക്കുവാനുള്ള പ്രതിബദ്ധത രാജാവിനുണ്ടാകണമായിരുന്നു. അത് പ്രജകളിലേക്ക് വ്യാപിക്കണമായിരുന്നു. അങ്ങനെ യഹൂദ രാജ്യം ഒരുമിച്ച് മാനസാന്തരപ്പെടണമായിരുന്നു. രട്ടിലും വെണ്ണീറിലും ഇരിക്കണമായിരുന്നു. എങ്കിൽ ദൈവം നിശ്ചയമായും ഈ ന്യായവിധി ഒഴിവാക്കുമായിരുന്നു. പുറജാതി രാജ്യമായ നിനവയിൽ ദൈവം ന്യായവിധി നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അറിയുന്നത് പോലെ പ്രവാചകനായ യോന അവിടെ ചെന്ന് പ്രസംഗിക്കുന്നു. അതിൻ്റെ ഫലം രാജാവും പ്രജകളും ഒരുമിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് പാപങ്ങൾ ഏറ്റുപറയുകയും ദൈവം വരുത്തുമെന്ന് പറഞ്ഞ ന്യായവിധി ഒഴിവാക്കുകയും ചെയ്തത് നമുക്ക് പരിചയമുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വന്തം ജനമായ യഹൂദനോട് എത്രയധികം ദൈവം പെരുമാറുമായിരുന്നു, നന്മയ്ക്കായിട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ അതൊന്നും യഹൂദന് പ്രശ്നമായിരുന്നില്ല. അവനെ സംബന്ധിച്ച് പാപഭോഗങ്ങളിൽ ജീവിക്കുക, ആനന്ദിക്കുക എന്നല്ലാതെ അവൻ ഒരു കാരണവശാലും ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് നിലവിളിക്കുവാൻ അവന് മനസ്സുണ്ടായില്ല. അതുകൊണ്ട് ദൈവം അവരെ അയച്ചു. തീർന്നില്ല. അതേ അധ്യായം 15-16 വാക്യങ്ങളൂടെ വായിക്കുകയാണ്. ഈ ബന്ധത്തിൽ അതുകൂടെ ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. 36 അധ്യായം 15-16 വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തൻ്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ച് അവൻ്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തി ഇല്ലാതാകും വണ്ണം യഹോവയുടെ കോപം തൻ്റെ ജനത്തിനു നേരെ ഉജ്ജ്വലിക്കുവോളം അവൻ്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. അവിടെയെല്ലാം ഈ വാക്ക് ആവർത്തിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവത്തിൻ്റെ കോപം ഉജ്ജ്വലിക്കുവോളം ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ അവർ നിന്ദിച്ച് പറഞ്ഞയച്ചു കളഞ്ഞു. ദൈവം തൻ്റെ ജനത്തോട് സഹതാപം തോന്നിയിട്ട് തൻ്റെ ദൂതന്മാരായ പ്രവാചകന്മാരുടെ പക്കൽ തൻ്റെ ദൂത് നൽകി ജനത്തിൻ്റെ മധ്യേ അയച്ചപ്പോൾ അവർ പ്രവാചകന്മാരെ നിന്ദിച്ച് അപമാനിച്ചയച്ചു കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ ബാബേലിലേക്ക് അടിമകളായി പറഞ്ഞയച്ചു. ഇതൊരു വലിയ ഭയനിർദ്ദേശം നമുക്ക് തരുന്നുണ്ട്. ഇത് വെറുതെ പറഞ്ഞു പോകാൻ പാടുള്ളതല്ല. ദൈവവചനത്തെ നിഷേധിച്ചാൽ, അതറിയിക്കുന്ന ദൈവദാസന്മാരെ പുച്ഛിച്ച് പുറന്തള്ളിയാൽ അതിൻ്റെ അനന്തരഫലം എത്ര വലുതായിരിക്കുമെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ സാധാരണ ആശ്വാസകരമായിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട്, ഇപ്പോൾ വായിക്കുന്നില്ല. 1 ശമൂവേൽ 2 അധ്യായം 30 വാക്യമാണത്. അതിങ്ങനെയല്ലേ? എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ദൈവത്തെ മാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം ആളത്വപരമായിട്ട് നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ മാനിക്കാതിരിക്കുമോ? നമ്മുടെ റോഡിലൂടെ നടന്നു വന്നത് കണ്ടാൽ, ദൈവമാണെന്ന് ബോധ്യം വന്നാൽ നമ്മൾ ഭയപ്പെടാതിരിക്കുമോ? അതാണോ ഇവിടെ പറയുന്ന കാര്യം? ബൈബിൾ വിശ്വസിക്കേണ്ട ഒരു സാധാരണ മനുഷ്യൻ ദൈവമാണെന്ന് കരുതി അഥവാ ദൈവത്തെ കണ്ടുമുട്ടിയാൽ അവൻ്റെ വികാരം എത്ര വലുതായിരിക്കും? അവൻ ദൈവത്തെ മാനിക്കാതിരിക്കുമോ? അതല്ലേ വാക്കിൻ്റെ അർത്ഥം. പിന്നെയോ ദൈവത്തെ മാനിക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്കിന് പൊതുവെ 3 അർത്ഥങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. ഒന്ന്, ദൈവവചനത്തെ മാനിക്കുക. ദൈവത്തെ മാനിക്കുന്ന ഒരാൾ നിശ്ചയമായും ദൈവത്തിൻ്റെ വചനത്തെ മാനിച്ചിരിക്കും. അപ്പനെ മാനിക്കുന്ന മകൻ അപ്പൻ പറയുന്നത് മാനിക്കും. അമ്മയെ മാനിക്കുന്ന മകൾ നിശ്ചയമായിട്ടും അമ്മ പറയുന്നത് മാനിക്കും. അപ്പോൾ മാനിക്കുക എന്ന് പറഞ്ഞാൽ അവരോടുള്ള നമ്മുടെ സ്നേഹവും ബഹുമാനവും പ്രകടമാക്കിയാണ് അനുസരണത്തിലൂടെ. പിന്നെ ദൈവത്തെ മാനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം മാനിക്കുന്നവരെ മാനിക്കുക എന്ന വേറൊരർത്ഥം. ദൈവം ബഹുമാനിച്ചവരാണ് ദൈവദാസന്മാർ. ദൈവഭക്തന്മാരെയൊക്കെ ദൈവം ആദരിച്ചതാണ്. ദൈവം മാനിക്കുന്ന അവരെ മാനിക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. 3ാമതൊരു അർത്ഥം കൂടെ ആ വാക്കിനുണ്ട്. ദൈവം മാനിക്കാൻ പറഞ്ഞവരെ നാം മാനിച്ചിരിക്കണം. വേദപുസ്തകത്തിൽ ധാരാളം തെളിവുകളുണ്ട് ആരെയൊക്കെ മാനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദൈവം കൽപ്പിച്ച് തന്നിരിക്കുന്നവരെ മാനിക്കുവാൻ, ആദരിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവജനത്തിനുണ്ട്. അതോരോ ക്രൈസ്തവനും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ ഇഷ്ടത്തിനൊത്ത് അപമാനിക്കുവാനും അവഹേളിക്കുവാനും നാം മനസ്സ് കാണിക്കുമ്പോൾ
മനഃപൂർവ്വം മറന്നു പോകുന്ന ഇതാണ്: ദൈവത്തെ അപമാനിച്ച് നാം ശപിക്കപ്പെടുകയാണ്. ദൈവത്തെ നിന്ദിച്ച് നമ്മൾ നിന്ദാപാത്രങ്ങളായി മാറുകയാണ്. ദൈവം മാനിച്ചവരായിരുന്നു ദൈവത്തിൻ്റെ വിലപ്പെട്ട പ്രവാചകന്മാർ. ദൈവം അവരെ എത്രമാത്രം ആദരിച്ചു എന്നതിൻ്റെ സ്പഷ്ടമായ തെളിവല്ലേ വിശുദ്ധ ബൈബിളിൽ അവരെക്കുറിച്ച് സവിസ്തരം നമുക്ക് രേഖയാക്കി തന്നു. നൂറ്റാണ്ടുകൾ അനവധി കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മൾ അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അവർ ചെയ്ത ശുശ്രൂഷകൾ നമ്മൾ ആദരവോടെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ദൈവം അവരെ മാനിച്ചതല്ലേ? പക്ഷേ ആ ബഹുമാനാദരവുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് നമ്മുടെ ശിക്ഷയ്ക്കും ദൈവകോപത്തിനും കാരണമായി തീരുമെന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ട് യഹൂദൻ ബാബേലിൽ കഠിനമായ പ്രവാസ ജീവിതം അനുഭവിക്കേണ്ടി വന്നു എന്ന ചോദ്യത്തിന് പല മറുപടി പറയാൻ നമുക്ക് കഴിയുമെങ്കിലും ആത്യന്തികമായി അത് നമ്മളെ കൊണ്ടുവന്ന് നിർത്തുന്നത് ദൈവദാസന്മാരായ പ്രവാചകന്മാരെ അപമാനിച്ച് ഉപശാന്തി ഇല്ലാതാകും വണ്ണം നിന്ദിച്ച് പറഞ്ഞയച്ചു. ദൈവത്തിൻ്റെ കോപം ഉജ്ജ്വലിക്കുവോളം അവരത് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അവർ നിശ്ചയമായിട്ടും ബാബേലിൽ പോകേണ്ടി വന്നത്. എന്നാൽ യെരമ്യാവിൻ്റെ ഹൃദയത്തിൽ ദൈവവചനത്തിലുണ്ടായ സ്ഥാനം അതവനെ സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അനന്തരഫലമാണ് യെരമ്യാവ് നിരാശപ്പെട്ട് ക്ഷീണിച്ച് ഭയപ്പെട്ട് മാറി നിൽക്കാതെ ദൈവത്തിൻ്റെ ശുശ്രൂഷ വിശ്വസ്തമായി ചെയ്തുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്തിനോടുള്ള നമ്മുടെ ബന്ധം എത്ര വലുതാണെന്ന് കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ലോക ചരിത്രത്തിൽ തന്നെ ദൈവവചനം വരുത്തിയ മാറ്റം വാക്കുകൾക്കപ്പുറമാണ്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇപ്പോൾ നമുക്ക് പോകാൻ നിവൃത്തിയില്ല. ലോക ഭൂപടത്തിൽ ബൈബിൾ വരുത്തിയ സ്വാധീനം, ബൈബിൾ വരുത്തിയ മാറ്റം അത് എടുത്തു പറയത്തക്ക വിധത്തിൽ വളരെ വലുതാണ്. അത് തന്നെ ദീർഘിച്ച പഠനത്തിന് മുഖാന്തരമാകേണ്ടതാണ്. അങ്ങനെ ഇരിക്കെ ദൈവജനമെന്നറിയപ്പെടുന്ന, അതാണ് എനിക്ക് സങ്കടം, ദൈവജനമെന്നറിയപ്പെടുന്ന യഹൂദജാതി ദൈവത്തിൻ്റെ വചനത്തെ നിന്ദിച്ച് പറഞ്ഞയച്ചു കളഞ്ഞു. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പുതിയ ഭാഗം കൂടെ ഒന്ന് വായിക്കാൻ ആവശ്യം വരുന്നു. ദൈവവചനത്താൽ ദൈവമക്കൾക്കുണ്ടാകേണ്ട ഗുണമെന്താണ് എന്ന് പുതിയ നിയമത്തിൽ പല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഭാഗമാണ് റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം. തിരുവെഴുത്തുകളാൽ ഉണ്ടാകുന്ന ഗുണം, നന്മ എന്താണ് എന്ന് പൗലോസ്ലീഹയാൽ പരിശുദ്ധാത്മാവ് രേഖയാക്കി തന്നിട്ടുണ്ട്. റോമർ 15:4. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ പ്രത്യാശ വർദ്ധിക്കേണ്ടതിനാണ് നമുക്ക് ഈ പഴയ നിയമ സംഭവങ്ങൾ എഴുതി തന്നിരിക്കുന്നതെന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉളവാകുവാൻ. എവിടെ തിരിഞ്ഞാലും നിരാശപ്പെടുന്ന സംഭവങ്ങളല്ലേ നമ്മൾ കാണുകയും കേൾക്കുകയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നമ്മളെ നിരാശപ്പെടുത്തി കളയാതിരിക്കണമെങ്കിൽ തിരുവെഴുത്തുകൾ, പഴയ കാലത്ത് രേഖയാക്കിയിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിച്ച് ഗ്രഹിക്കണം. അത് നമ്മിലുള്ള ആശ്വാസം വർദ്ധിപ്പിക്കും, പ്രത്യാശ പുതുക്കും, അത് നമുക്ക് സ്ഥിരത തരും. വാസ്തവത്തിൽ അതാണ് ഓരോ ദൈവമക്കൾക്കും അനിവാര്യമായിരിക്കുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം ഇപ്പോൾ വായിക്കുന്നില്ല. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദൈവവചനത്താൽ ഉണ്ടാകുന്ന ഗുണം നമുക്ക് മനസ്സിലാകുന്നു. പത്രോസ് പറയുക, നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കുക. ഏതെങ്കിലും 1-2 പരീക്ഷകളല്ല, പരിശോധനകളല്ല, നാനാവിധത്തിലുള്ള പരീക്ഷകൾ, അതിൽ നാം ദുഃഖിക്കേണ്ടി വരിക, അങ്ങനെ ജീവിതമായത്. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ നമുക്ക് ആനന്ദിക്കാൻ കഴിയുന്നു. എത്ര അത്ഭുതകരമായ ഒരു പ്രസ്താവനയത്! പൗലോസിൻ്റെ സാക്ഷ്യം പൗലോസ് പറയുമ്പോൾ 2 കൊരിന്ത്യർ 6:10 ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. പൗലോസിനെയും കൂട്ടു ശുശ്രൂഷകന്മാരെയും ചേർത്ത് വെച്ച് പൗലോസ്ലീഹ പറയുക, ഞങ്ങൾ ദുഃഖിക്കുന്നവരാണെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. അതെങ്ങനെ സാധിക്കുന്നു? സങ്കടത്തിൻ്റെ മധ്യത്തിൽ സന്തോഷിക്കുവാൻ, ദുഃഖത്തിൻ്റെ മധ്യത്തിൽ ആനന്ദിക്കുവാൻ എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇതാ: ദൈവവചനത്താൽ സാധിക്കുന്ന അത്ഭുതകരമായ സത്യമാണത്. ഇത് ലോകത്തിന് മനസ്സിലാകുന്നതല്ല, ഇത് ശാസ്ത്രത്തിന് മനസ്സിലാകുന്നതല്ല, ഇത് മതലോകത്തിനും മനസ്സിലാകുന്നതല്ല. നമ്മൾ ഓർത്തുകൊള്ളണം, ഇത് ജീവിത അനുഭവമാണ്. ദൈവാത്മാവിനാൽ ദൈവവചനത്താൽ സാധ്യമാകുന്ന അത്ഭുതകരമായ സംഭവമാണ്, സത്യമാണ്. നമ്മളെ നാമാക്കി നിർത്തുന്നത്, നമ്മുടെ ദുഃഖത്തിൻ്റെ മധ്യത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നത്, നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ദൈവവചനത്തിൻ്റെ സ്വാധീനതയാണ്.
അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി നമ്മൾ കണ്ട് പ്രധാനപ്പെട്ടതായി മനസ്സിലാക്കി ദൈവവചനത്തിൻ്റെ പഠനവും ധ്യാനവും വർദ്ധിച്ചു വരുവാൻ കാരണമായി മാറണം. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. നമുക്ക് ആ വാക്യം അറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ടല്ലോ. അപ്പോൾ ലോകത്തിന് തരാൻ ചിലതുണ്ട് സമാധാനം എന്ന പേരിൽ, പക്ഷേ അത് താൽക്കാലികമാണ്. മദ്യം കൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും ഒക്കെ ആളുകളെ സന്തോഷിപ്പിക്കുവാൻ ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിൽ അങ്ങനെയുള്ള ആളുകളെ പെരുക്കുവാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവകൃപ നിമിത്തം വിശ്വാസികൾക്ക്, ദൈവമക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക് സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ദൈവവചനത്താലുള്ള ആശ്വാസവും സ്വസ്ഥതയും അനുഭവിക്കുക. എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ അവിടുത്തെ വാക്കുകൾ അടങ്ങിയിരിക്കുന്ന, അവിടുത്തെ വാക്കുകൾ നിറഞ്ഞിരിക്കുന്ന വിശുദ്ധ ബൈബിളാണല്ലോ അതിൻ്റെ അടിസ്ഥാന കാരണം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നാം തിരിയുന്നു, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ആശ്വാസവും അവിടുത്തെ സമാധാനവും നാം അനുഭവിക്കുന്നു. നാം എത്ര ഭാഗ്യമുള്ളവരാണ്! ഇങ്ങനെ ഒരു ദൈവവചനം നമ്മുടെ കൈവശം ലഭ്യമായിരുന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ സ്ഥിതി എത്ര ദുഃഖകരമാകുമായിരുന്നു. നമ്മളിൽ പലരും പണ്ടേ തകർന്ന് താളടിയായി പോകുമായിരുന്നില്ലേ? ആലോചിച്ച് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ചില സാക്ഷ്യങ്ങളൊക്കെ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യണമെന്ന് കരുതി ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ വിഷവും കയ്യിൽ വാങ്ങിക്കൊണ്ട് പാർക്കിൽ പോയിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ സുവിശേഷമടങ്ങിയ ഒരു ലഘുലേഖ തൻ്റെ കൈവശം കിട്ടി. താനത് വായിച്ചു. അവിടെ വെച്ച് താൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ചു. താൻ എന്താഗ്രഹിച്ചാണോ, ഏത് സമാധാനം അന്വേഷിച്ചാണോ നടന്നത്, എന്താണോ തനിക്ക് ലഭിക്കുകയില്ല എന്ന് ചിന്തിച്ചത്, ആ സമാധാനവും സന്തോഷവും തൻ്റെ ഉള്ളത്തിൽ യേശുക്രിസ്തു നൽകി. അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള എത്ര സംഭവങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. ദൈവവചനത്താലുള്ള ആശ്വാസം, ദൈവവചനത്താലുള്ള പ്രത്യാശ, ദൈവവചനത്താലുള്ള സ്ഥിരത, അത് നമുക്ക് ലഭിക്കുന്നത് വളരെ ഭാഗ്യകരമാണ്. അതുകൊണ്ട് കർത്താവിനോട് നമുക്ക് തീർച്ചയായിട്ടും എത്രയോ കടപ്പാടുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. വചനത്തോട് വിശ്വാസികൾക്കുള്ളത് ജീവൽ ബന്ധമാണ്. നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് ദൈവവചനത്താലാണ്. നമ്മളത് പല പ്രാവശ്യം ഇടയ്ക്ക് ഓർക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിച്ച ദൈവമക്കളുടെ ജീവിതത്തിൽ വചനമില്ലാതെ ജീവിക്കാൻ കഴിയുന്നതല്ല. ആകാശമില്ലാതെ പറവയ്ക്കും വെള്ളമില്ലാതെ മത്സ്യത്തിനും ജീവിക്കാൻ കഴിയാത്തതുപോലെ തന്നെ ദൈവമക്കൾക്ക് ദൈവവചനമില്ലാതെ ജീവിക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ നിത്യജീവൻ്റെ ആധാരം വിശുദ്ധ വചനമായതുകൊണ്ട് ആ വചനത്താലുള്ള പരിപോഷണവും വചനത്താലുള്ള ആത്മശിക്ഷണവും നമുക്ക് അനിവാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കിപ്പോൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. നാം വളരെ ഹൃദയംഗവുമായി ദൈവസന്നിധിയിൽ കാര്യങ്ങൾ വിലയിരുത്തുക. ആശ്വാസത്തോടുകൂടെ ദൈവത്തോട് നന്ദി പറയുക. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കൈവശം കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താകുമായിരുന്നു? ദൈവത്തിന് കനിവ് തോന്നി, കരുണ തോന്നി, നമ്മുടെ കൈവശം നമ്മുടെ ഭാഷയിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമുക്ക് തന്നു. അത് പറഞ്ഞു തരുവാൻ, അത് പഠിപ്പിക്കുവാൻ ദൈവദാസന്മാരെ നമുക്ക് തന്നു. അത് ഗ്രഹിക്കുവാനുള്ള ബുദ്ധിയും പരിജ്ഞാനവും ദൈവം നമുക്ക് തന്നു. ഇതിനെല്ലാം ആധാരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആണ്. അതുകൊണ്ട് അവൻ മുഖാന്തരം നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കിവിടെ അവസാനിപ്പിക്കാം. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാം ഈ വിഷയം തുടരുന്നതാണ്. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.